ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് ഇന്നലെ പറഞ്ഞു കഴിഞ്ഞല്ലോ, എല്ലാം ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. മുന്നണി മര്യാദയുടെ ലംഘനമാണ് നിലപാട് ഉറച്ചിരിക്കുകയാണ്. അത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഒരു മുന്നണി, അതും ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകേണ്ട വഴി ഇതല്ല. ആ വഴി അപ്പോൾ എന്താണ് നമുക്ക് മുന്നിൽ പോംവഴി? CPIക്ക് മുന്നിലുള്ള പോംവഴി കൂട്ടായി അന്വേഷിക്കാൻ നമുക്ക് പോംവഴികളൊക്കെ ഉണ്ടാക്കും. അല്ല, മുന്നണി പോകേണ്ട വഴി ഇതല്ല. ഈ തരത്തിൽ മുന്നണിയിൽ തുടരാൻ കഴിയുമോ? അതെല്ലാം കമ്മിറ്റി കൂടുന്നുണ്ട് 12:30 മണിക്ക്. അതിനുശേഷം കാണാം. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നിലപാട് വ്യക്തമാണ്. ഒരു ഇഞ്ച് പോലും വ്യത്യാസമില്ല നിലപാടിൽ നിന്ന്. CPI സംസ്ഥാന സെക്രട്ടറിയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. മുന്നണി പോകേണ്ട വഴി ഇതല്ല, ഇങ്ങനെ ആയിരിക്കരുത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു. സെക്രട്ടേറിയറ്റിന് ശേഷം മാത്രമായിരിക്കും, കൗൺസിൽ യോഗം ചേർന്നതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ നിലപാട് ഇല്ലെങ്കിൽ കൂടുതൽ പ്രതികരണം ഉണ്ടാവുക എന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും എതിർപ്പ് CPI ആവർത്തിക്കുകയാണ്. ഇതല്ല ഇടതുപക്ഷത്തിന്റെ ഈ രീതിയിലല്ല ഇടതുപക്ഷം പ്രവർത്തിക്കേണ്ടത്, ഇങ്ങനെയായിരിക്കരുത് നിലപാട്. ആ നിലപാട് മാറ്റിയതിലുള്ള അമർഷം പോലും രേഖപ്പെടുത്തുന്നതായിരുന്നു CPI സെക്രട്ടറിയുടെ പ്രതികരണം. ആ എതിർപ്പ് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. ആ എതിർപ്പ് അദ്ദേഹം തുടരുമെന്ന് പറയുന്നു. മറ്റു പല വിഷയങ്ങളിലും ഉണ്ടായിരുന്നതുപോലെ അല്ല, ഈ വിഷയത്തിൽ അത്ര ഉറപ്പോടെ നിൽക്കുന്നു, അത്ര ഉറച്ച നിലപാടോടെ നിൽക്കുന്നു എന്നുള്ളതാണ് CPIയുടെ സെക്രട്ടറി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഷിജോ കുര്യൻ ചേരുന്നുണ്ട്. ഷിജോ, എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം? ഇതിനകത്ത് CPIക്കുള്ള എതിർപ്പ് വളരെ കൃത്യമായിട്ട് തന്നെയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകേണ്ട വഴി ഇതല്ല എന്ന് വളരെ കൃത്യമായിട്ട് അടിവരയിടുന്ന വാക്കുകളാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റേത്. അദ്ദേഹം ആദ്യം തന്നെ പറയുന്നുണ്ട്, PMC വിഷയത്തിൽ പറയാനുള്ള നിലപാട് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒപ്പിട്ടിട്ടുണ്ട് എങ്കിൽ അത് മുന്നണി മര്യാദയുടെ കടുത്ത ലംഘനമാണ്. മുന്നണി മര്യാദ ഇങ്ങനെയല്ല, മുന്നണി മര്യാദയുടെ ലംഘനമാണ് എന്ന് പറഞ്ഞ അദ്ദേഹം ഇന്ന് പറയുന്നത് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വഴിയിൽ പോകേണ്ടതല്ല. അപ്പോൾ ഇത് സ്വീകരിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. PMC പദ്ധതിയിൽ വിദ്യാഭ്യാസ വകുപ്പ് CPM ഒപ്പുവെച്ചത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാവുന്ന കാര്യമല്ല എന്നൊരു കാര്യത്തിനകത്ത് CPI ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അത് അങ്ങേയറ്റം മുന്നണി മര്യാദയുടെ ലംഘനമാണ്. മുന്നണി മര്യാദകളുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു മുന്നോട്ടുള്ള അല്ലെങ്കിൽ ലക്ഷ്യങ്ങളെ, അവരുടെ അടിസ്ഥാന തത്വങ്ങളെ മറികടക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് CPM നടത്തിയത് എന്നുള്ള വിമർശനമാണ് CPI നടത്തുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകേണ്ട വഴി ഇതല്ല. അതിനുശേഷം മറ്റു കാര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നണി ഏത് രീതിയിൽ തീരുമാനങ്ങൾ എടുക്കണം, അതടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിന് ശേഷം ചേരുന്ന CPI സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിക്കും. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 2 വട്ടം മന്ത്രിസഭയിൽ എതിർപ്പ് വന്നിട്ടും എന്തുകൊണ്ട് ഡൽഹിയിൽ പോയി ഇത് ഒപ്പുവെച്ചു? എതിർപ്പ് കൂടിയാണ്, ആരോപണം കൂടിയാണ് അദ്ദേഹം പ്രകടമാക്കിയത്. ഒരിക്കൽ കൂടി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വാക്കുകൾ, ആ നിലപാട് കേൾക്കാം. ഒരു മുന്നണി, അതും ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകേണ്ട വഴി ഇതല്ല. ആ വഴി അപ്പോൾ എന്താണ് നമുക്ക് മുന്നിൽ പോംവഴി? CPIക്ക് മുന്നിലുള്ള പോംവഴി കൂട്ടായി അന്വേഷിക്കാൻ നമുക്ക് പോംവഴികളൊക്കെ ഉണ്ടാക്കും. അല്ല, ഈ തരത്തിൽ മുന്നണി പോകേണ്ട വഴി ഇതല്ല. ഈ തരത്തിൽ മുന്നണിയിൽ തുടരാൻ കഴിയുമോ? അതെല്ലാം കമ്മിറ്റി കൂടുന്നുണ്ട് 12:30 മണിക്ക്. അതിനുശേഷം കാണാം. അതാണ് വളരെ നിർണായകമായ കമ്മിറ്റിയിലേക്കാണ് കാര്യങ്ങൾ കടന്നിരിക്കുന്നത്. ആ ആലോചനകളായിരിക്കും നടക്കുക. ഷിജോ കുര്യൻ വീണ്ടും ചേരുന്നുണ്ട്. ഷിജോ, ഇവിടെ വളരെ വ്യക്തമാവുന്ന ഒരു കാര്യം നമ്മൾ രാവിലെ മുതൽ പറയുകയായിരുന്നു. നേരത്തെ പല വിഷയങ്ങളിലും CPIയെ സംബന്ധിച്ച്, അതിപ്പോൾ കാനം രാജേന്ദ്രൻ ഉണ്ടായിരുന്നപ്പോഴും അതിനു മുമ്പും ശേഷവും ബിനോയ് വിശ്വത്തിന്റെ സമയത്തും ഒക്കെ പല രീതിയിൽ മുന്നണിക്കകത്ത് ഈ പ്രതിസന്ധി വരുമ്പോൾ CPI അയയുന്നതാണ് നമ്മൾ കണ്ടത്. നിലപാടിൽ നിന്ന് CPIക്ക് മാറേണ്ടി വരുന്നതാണ് നമ്മൾ കണ്ടത്. CPM അപ്പോഴും അവരെന്താണോ ചെയ്യുന്നത് അതിൽ ഉറച്ചു നിൽക്കുക, ഇവരെ അനുനയിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കടന്നിട്ടില്ല. പക്ഷേ ഈ വിഷയത്തിൽ PMCയിൽ CPI അനങ്ങില്ല എന്നുകൂടിയല്ലേ മനസ്സിലാക്കേണ്ടത്? തന്നെ അതിനകത്ത് നമ്മൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. PMC പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPI തുടക്കം മുതൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകാൻ CPI നേതൃത്വം ഇതുവരെ തയ്യാറാവുകയും ചെയ്തിട്ടില്ല. ഇതിനകത്ത് ഒരു തരത്തിലും ഈ ഇടതുപക്ഷ മുന്നണി ഇങ്ങനെയും മുന്നോട്ട് പോകരുത് എന്നുള്ള നിലപാട് പലവട്ടം CPI പല വേദികളിൽ ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. 2 വട്ടം മന്ത്രിസഭയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് അവതരിപ്പിച്ചപ്പോൾ CPIയുടെ എതിർപ്പ് മൂലം അത് മാറ്റിവെച്ചതാണ്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അജണ്ടയിൽ
അജണ്ടയിൽ ഇല്ലാതിരുന്നിട്ട് പോലും ആ വിഷയം കൊണ്ടുവന്നപ്പോൾ CPIയുടെ മന്ത്രിമാരായിരുന്ന കെ രാജനടക്കം ഇതിനകത്ത് CPIക്ക് ഉണ്ടായിട്ടുള്ള ആശങ്ക പറഞ്ഞപ്പോഴും അതിനകത്ത് ഒരു പ്രതികരണം നടത്താൻ വിദ്യാഭ്യാസ മന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോ തയ്യാറായിരുന്നില്ല. അങ്ങനെ കടുത്ത അവഗണന മന്ത്രിസഭയിൽ നിന്ന് പോലും CPIക്ക് നേരിടേണ്ടി വന്നു. അപ്പോൾ അതിനകത്തുള്ള അമർഷം വളരെ കൃത്യമായിട്ട് പ്രകടിപ്പിക്കുക കൂടിയാണ് CPI സംസ്ഥാന സെക്രട്ടറി സ്റ്റേറ്റ്മെന്റ് നോക്കൂ ഷിജോ, ആ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. അതായത് ഇടതുപക്ഷ മുന്നണി പോകേണ്ട വഴി ഇതല്ല എന്ന് ബിനോയ് വിശ്വം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് ഈ സമയത്ത് പ്രത്യേകിച്ച് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് 2 മുന്നിൽ നിൽക്കുന്ന സമയം, ഇത്രയധികം കാര്യങ്ങൾ സർക്കാരിനെതിരെ നിൽക്കുന്ന സമയം, ശബരിമല വിഷയം ഉൾപ്പെടെയുള്ളത് വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്ന സമയത്ത് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് വന്ന് പറയുകയാണ് ഇത് ഇടതുപക്ഷ മുന്നണി പോകേണ്ടതല്ല, അത് CPM-നെ മാത്രം ഉദ്ദേശിച്ചാണ്, ഘടകകക്ഷികൾ ബാക്കിയുള്ളവർ എന്താണ് നിലപാട് എന്നൊക്കെ നമ്മൾ നേരത്തെ വർഗീസ് ജോർജൊക്കെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു ഭിന്നത മുന്നണിയിൽ രൂപപ്പെടുന്നു എന്നതുകൂടിയല്ലേ തെരഞ്ഞെടുപ്പിന് മുമ്പ് കാണേണ്ടത്? സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഇടതുമുന്നണിക്കകത്തൊരു ഭിന്നത ഉണ്ടായിട്ടുണ്ട്. കാരണം CPI അവരുടെ നിലപാട് PM ശ്രീ ഭക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നേരത്തെ തന്നെ പറഞ്ഞതാണ്. അതിനകത്ത് നിന്ന് ഒരടി പിന്നോട്ട് പോകാൻ CPI ഇതുവരെ തയ്യാറാവുകയും ചെയ്തിട്ടില്ല. അപ്പോൾ പല വിഷയങ്ങളിലും നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ മറ്റു പല വിഷയങ്ങളിലും CPI അവരുടെ എതിർപ്പ് പറയുമ്പോൾ അത് CPI അനുനയിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ CPM നേതൃത്വം ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമവായത്തിന് CPM ശ്രമിച്ചാൽ അതിന് ഒരുപക്ഷെ CPI വഴങ്ങില്ല. കാരണം അവർ പറഞ്ഞ നിലപാടുകളെ അല്ലെങ്കിൽ അവരുടെ നിലപാടിനെ ഒട്ടും ഗൗനിക്കാതെ അവരെ മുഖവിലേക്കെടുക്കാതെയാണ് CPM ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയത് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം. ഇന്നലെ തന്നെ മാധ്യമങ്ങളുടെ വന്ന വാർത്തയിലൂടെയാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ വന്ന വാർത്തകൾ ശരിയാണ് എങ്കിൽ അത് നഗ്നമായിട്ടുള്ള മുന്നണി മര്യാദയുടെ ലംഘനമാണ് എന്നുള്ള കാര്യമാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നിപ്പോൾ പറയുന്നത് അടുത്ത 2 തെരഞ്ഞെടുപ്പുകൾ കൂടി വരാനിരിക്കുകയാണ്, തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി വരാനിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അത് തീർത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകേണ്ട വഴി ഇതല്ല എന്ന് പറയുമ്പോൾ CPM ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഒരു തരത്തിലും എന്തൊരു അപമാനിക്കലാണ്. മന്ത്രി കെ രാജൻ മന്ത്രിസഭാ യോഗത്തിലിരുന്ന് ഈ വിഷയം പറയുന്നു, അവിടെ അവഗണിച്ചു വിടുന്നു. MP ഗോവിന്ദന്റെ മുഖത്തുണ്ടായ പുച്ഛം നമ്മൾ കണ്ടതാണ്, ആ ചിരി നമ്മൾ കണ്ടതാണ്, എന്ത് CPI എന്ന് പറഞ്ഞ് അദ്ദേഹം നടന്നു പോകുന്നത് നമ്മൾ കണ്ടതാണ്. അതിൽ പരം അപമാനിക്കലുണ്ടോ? അത് മാത്രവുമല്ല, ഇപ്പോൾ സമ്മർദ്ദത്തിലാക്കിയില്ലെങ്കിൽ മുന്നണിക്കകത്ത് CPI ഇനി എപ്പോഴാണ് CPM-നെ സമ്മർദ്ദത്തിലാക്കുന്നത്? CPI എടുക്കുന്ന നിലപാടുകളിൽ എപ്പോഴാണ് അവർക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളില്ലേ? ധനി, എന്തായാലും CPI ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ കെ രാജനെ അടക്കം മന്ത്രിസഭയിൽ നിന്ന് അത്രയും CPIക്ക് വേണ്ടി വാദിച്ച കെ രാജന്റെ വാക്കുകളെ പോലും മുഖവിലക്കെടുക്കാൻ അവിടെ അന്ന് മന്ത്രിസഭാ യോഗത്തിലുണ്ടായിരുന്ന ഒരാൾ പോലും തയ്യാറായില്ല എന്നത് പോലും CPIയെ എത്രമാത്രം അവഗണിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ്. അപ്പോൾ ഇതിനകത്ത് CPI ഇനിയിപ്പോൾ ഒരു തരത്തിലുമുള്ള അനുനയത്തിന് അല്ലെങ്കിൽ CPM സ്വീകരിക്കുന്ന ഒരു അനുനയത്തിന്റെ വഴിയിലേക്ക് CPI പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് മാത്രവുമല്ല, ഇതിനകത്ത് മന്ത്രിസഭയെ എന്തിന് വിശ്വാസത്തിലെടുത്തില്ല എന്നുള്ള ചോദ്യം കൂടി CPI ചോദിക്കുന്നുണ്ട്. മന്ത്രിസഭയെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണ്ടേ മുന്നോട്ട് പോകാൻ? 2 വട്ടം മന്ത്രിസഭയുടെ മുമ്പാകെ വന്ന വിഷയമാണ്. അപ്പോൾ അത് പരിഗണിക്കാതെ മാറ്റിവെച്ചു. അതിനുശേഷവും കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ പോലും വന്നിട്ടും അത് ചർച്ചയ്ക്ക് പോലും എടുക്കാതെ അജണ്ടയിലില്ലാതെ മാറ്റിവെച്ച വിഷയം എന്തുകൊണ്ട് മന്ത്രിസഭയെ വിശ്വാസത്തിലെടുക്കാതെ ഒരു രാത്രിയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി പോയി ഒപ്പിട്ടു എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ അത് മന്ത്രിസഭയിൽ വിശദീകരിക്കേണ്ട ബാധ്യത വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കാണ്. അപ്പോൾ അത് മുന്നണിയിലടക്കം വിശദീകരിക്കേണ്ടി വരും. മുന്നണിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടി വരും. മുന്നണിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നില്ല. അത് മാത്രവുമല്ല, മന്ത്രിസഭയിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നില്ല. അപ്പോൾ ഇത് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്ത കാര്യമാണ്. അതിനകത്ത് മുന്നണിയെ അല്ലെങ്കിൽ CPM അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏറ്റവും പ്രബലരായിട്ടുള്ള ഘടകകക്ഷികളിൽ ഒന്നായിട്ടുള്ള CPIയെ ഇത്തരത്തിൽ അവഗണിക്കുന്നത് തോന്നൽ CPIക്ക് നേരത്തെ തന്നെ പല